ഞങ്ങളുടെ അച്ഛമ്മ പണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഗോതമ്പും കൊണ്ട് ഒരു അട ഉണ്ടാക്കി തരുമായിരുന്നേ. ഇന്നപ്പോൾ ഞാനും അപ്പച്ചനും കൂടെ ഗോതമ്പ് കൊണ്ട് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഒരു ഗോതമ്പ് പൊടിയും അതിന് വേണ്ട തേങ്ങയും മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അപ്പച്ചൻ തന്നെ അത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേ. ഇപ്പം ഇത്ര മതി അപ്പച്ച? ഉപ്പ് കൈ തന്നെ നമ്മൾ അടി ഉണ്ടാക്കുന്ന തേങ്ങ ഇടണ്ടേ? അപ്പോൾ തേങ്ങ ഇട്ട് നമ്മൾ ഉപ്പും ശകലം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പോയി വാഴയില കേട്ടോ അല്ലേ? അപ്പോൾ അതിനാവശ്യമായ വാഴയില ഞാനും അപ്പച്ചനും പറിച്ചേ. അപ്പോൾ ഇതിന്ന് ഉണ്ടാക്കുന്ന മൺചട്ടിക്കകത്താണ് നമ്മളിത് വാഴയില തേക്കുമ്പോൾ ഇല്ലേ നല്ല നൈസായിട്ട് വേണം തേക്കാൻ. കാരണം ഇത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചുടുന്നത്. അപ്പോൾ ഇച്ചിരി കട്ട് കൂടി പോയി കഴിഞ്ഞാൽ ഇത് വേഗം ഭയങ്കര താമസമായിരിക്കും. അപ്പോൾ നല്ല നൈസായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് വെക്കുമ്പോഴാണ് ഒന്നുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ചട്ടിക്കകത്തോട്ട് വെച്ച് കൊടുക്കും. ഇതപ്പോൾ നമ്മൾ ഒരു സൈഡ് മറിച്ചിടുമ്പോൾ ഇങ്ങനെ വരും. പക്ഷേ ഇത് ശരിക്കും തീ കുറച്ച് വെച്ചിട്ടേ ഇത് വേവിക്കാവുള്ളൂ. നമ്മുടെ അട ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. അടയും മീൻകറി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട് ഗേസ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മീൻ കഷ്ണമൊന്നും വേണമെന്നില്ല. മീൻ കറി കൂട്ടുകയാണെന്ന് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എന്താണ് ആ വാഴയിലയുടെ ഒക്കെ രുചിയാണ്. എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും അപ്പച്ചൻ്റെ ഓട്ടോടെ സൂപ്പറായിട്ടുണ്ട്.